ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? നമുക്ക് അൽഹംദുലില്ലാ സുഖമാണ്, കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, കുട്ടികളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണ്ടേ, അപ്പോൾ അതിനുള്ള പരിപാടികളാണ്. ഇന്നപ്പോൾ ഒരു ബിരിയാണിക്കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത്. കറിയായി ഉത്ഭവിച്ച് ബിരിയാണിയിലേക്ക് ഒഴുകി എത്തിയൊരു കഥയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ഫുള്ളായി വാച്ച് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് ആദ്യം അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക, അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടോ എന്നറിയൽ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അതിലേക്കുള്ള ഏറെക്കുറെ സാധനങ്ങളൊക്കെ എടുത്ത് സ്ലാവുമ്മ പരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വെക്കണം. അതിനായിട്ട് സബോള ആദ്യം തന്നെ തൊലി കളയാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം കിട്ടിയ സബോള വളരെ ചെറുതായിരുന്നേ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് കുറച്ച് നല്ലതുണ്ടായിരുന്നു, വലുത് അതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു ചിക്കനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആദ്യം കറി വെക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വാർത്തി വെക്കണം. അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും രാവിലെ കടിയിലേക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 കഷ്ണം മാറ്റി വെക്കണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ചെയ്യണ ഒരു കാര്യമായിരിക്കും, അതിൻ്റെ ആ കക്കും കറികളൊക്കെ ഒന്ന് മാറ്റി വെക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഒരു 4 കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ആ ചിക്കനൊന്ന് നമുക്ക് കായം പരട്ടി വെക്കാം കേട്ടോ. അതിനായിട്ട് എന്തൊക്കെയാണോ കറിയിലിടാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഞാൻ കായം പരട്ടുമ്പോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. തക്കാളി വരെ ജ്യൂസ് അടിച്ചിട്ട് അത് ചിക്കൻ കായം പരട്ടുമ്പോൾ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു കഷ്ണം മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊരു കറി ഉണ്ടാക്കുകയാണെങ്കിലും എനിക്ക് മാഗി ക്യൂബ് ഇടുക എന്ന് പറയണത് ഇഷ്ടമുള്ള കാര്യമാണ്, ഞാൻ എപ്പോഴും ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ. മല്ലി, മുളക്, അതുപോലെ കുരുമുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അങ്ങനെ എല്ലാ വക സാധനങ്ങളും പിന്നെ കുറച്ച് നല്ല ജീരകവും ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ കൂടിയിട്ട് പിന്നെ മാഗി ക്യൂബ് ഇടുമ്പോൾ ഉപ്പ് എക്സ്ട്രാ ഇടുമ്പോൾ നമ്മളെപ്പോഴും സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പം കുറച്ച് തേങ്ങ നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ. ആദ്യം കറിയായിട്ടാണല്ലോ ഇത് ഉത്ഭവിച്ചത്, പിന്നെയാണല്ലോ അത് ബിരിയാണിക്ക് എത്തിയത്. അപ്പോൾ തേങ്ങ ഒരു മുറിയോളം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഈ പകുതിയാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊന്ന് ചിരകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഫയക്കുട്ടി അവിടെ കിടന്ന് നടക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ എടുക്കുന്നുണ്ട്, സ്ലാവുമ്മ കയറുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതൊക്കെ ചെയ്യുന്നു. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്നും പറയണ്ട, ഒരു തിരക്ക് പിടിച്ച ദിവസമാണല്ലോ. ഗരം മസാലയുടെ പാത്രം എടുത്തപ്പോഴാണ് കേട്ടോ മസാലയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ കായം പരട്ടണേൽ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, സബോള പൊരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് നല്ല ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കത് ചിക്കൻ കായം പരട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ നിന്ന് വെളിച്ചെണ്ണ കുറച്ച് മാറ്റി വെക്കണം, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര അധികം വെളിച്ചെണ്ണ നമുക്ക് ഇനി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷമാണ് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഈ എല്ലാ മിക്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമുള്ള, ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി ലാസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒരു പകുതി വേവായി വന്നപ്പോൾ തന്നെ മല്ലിയിലയും പുതിനയും കൂടെ അരിഞ്ഞതും പിന്നെ കുറച്ച് നാരങ്ങ നീര് പുളിക്ക് വേണ്ടിയിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പകുതിയോളം നാരങ്ങ നീരാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ തൈര് വേണമെങ്കിൽ അതും ഇടാം കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ അരച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അങ്ങനെ നേരെ ഇറക്കി വെക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറുതായി ഒന്ന് ചൂടായാൽ മതി, പിന്നെ അങ്ങനെ ഇറക്കി വെക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ബിരിയാണി ആക്കി മാറ്റാമെന്നുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള ചോറൊക്കെ ഞാൻ പുറത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ നേരം വൈകിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവണ്ട വിചാരിച്ചിട്ട്, കുട്ടികളൊക്കെ വിശന്ന് വേഗം വരുമല്ലോ. അപ്പോൾ അതവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണിക്ക് സാധാരണ നമ്മൾ എങ്ങനെയാണോ ചോറ് വെക്കാറ് അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊന്ന് ദമ്മിട്ടെടുക്കണം. ദമ്മിടാൻ ഞാൻ വല്ലാണ്ട് നെയ്യൊന്നും അങ്ങനെ ഒഴിക്കാറില്ല. എനിക്കധികം നെയ്യോ അങ്ങനെ വലിയ എസൻസ് പോലും ഞാൻ അങ്ങനെ ഒഴിക്കാറില്ല കേട്ടോ. ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഇങ്ങനെയാണ് വെക്കാറ്, അതാണ് കേട്ടോ കാണിക്കണത്. പിന്നെ ചില സമയത്ത് നമ്മൾ എല്ലാ തയ്യാറെടുപ്പുകളും കൂടി ഉണ്ടാക്കിയതൊന്നും ചിലപ്പോൾ നന്നായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒന്നുമില്ലാതെ വെറുതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില സമയത്ത് എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഇത് ബിരിയാണി ആയി രൂപം കൊള്ളാൻ കാരണം എൻ്റെ പാതുട്ടിയാണ് കേട്ടോ.
അവന് ബിരിയാണി മതി ഉമ്മച്ചിയെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ബിരിയാണി ആക്കിയത്. അല്ലെങ്കിൽ കറി സെപ്പറേറ്റ് ചോറ് സെപ്പറേറ്റ് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സബോള പൊരിച്ച് മുകളിലിടാനോ ഒന്നിനും നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നെയ്യ് അധികം ഇവിടെ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് നെയ്യ് കുറച്ചേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കൽ മാത്രമല്ല, അതിൻ്റെ ശേഷമുള്ള ഒരു ക്ലീനിങ് ആണ് ഏറ്റവും വലിയ ടാസ്ക് അല്ലേ. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചുറ്റുപാടും ഒരു വക വൃത്തികേടായിട്ടുണ്ടാവും. അതൊക്കെ ഇനി ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അതിൻ്റെ ശേഷം ഇനി ഭക്ഷണം ഒന്ന് വിളമ്പണം കേട്ടോ. അതിനായിട്ട് ഇതേ ചോറ് മൊത്തത്തിൽ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പണിയുടെ ഒക്കെ ഇടയിൽ തന്നെ കച്ചമ്പറും പുതിന ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ മറന്നുപോയിട്ടാ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം വീഡിയോക്ക് വേണ്ടി ചെയ്ത് കൂട്ടിയ ഓരോ കോപ്രായങ്ങളാണ് കേട്ടോ. അപ്പോൾ ഫയ്യ എല്ലാം പറയുന്നുണ്ട്, ഇത് കച്ചമ്പർ, ഇത് ചോറ്, ബിരിയാണിയാണ്, ഭയങ്കര ടേസ്റ്റാണ്, അതൊക്കെയാണ് മറ്റാൾ പറയുന്നത് കേട്ടോ വീഡിയോക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ പിന്നെ വീഡിയോസൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ട് കുട്ടികളൊക്കെ അതിങ്ങനെ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിലോ. പിന്നെ ഇവിടുത്തെ കാർന്നവർക്ക് പിന്നെ ചോറൊക്കെ വിളമ്പിയാലും കുറച്ച് നേരം കഴിഞ്ഞിട്ടാട്ടോ എണീറ്റ് ഇങ്ങോട്ട് പോരുള്ളൂ. കുറേ വിളിച്ചതിന് ശേഷം മാത്രം ഇങ്ങോട്ട് എണീറ്റ് പോരുള്ളൂ. അതുവരെ എന്തെങ്കിലുമൊക്കെ ഒരു പണിയിലായിരിക്കും മൂപ്പരുണ്ടാവുക. അങ്ങനെ ബിരിയാണി ഒരുപാട് ടേസ്റ്റ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല, ആരും അയ്യേ എന്ന് പറയാറില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ അന്നത്തെ ഒരു ഞായറാഴ്ച ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മളൊരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.